ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക തക്കാളിക്ക വെച്ചിട്ട് ഒരു അവിയലാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള അവിയലാണ്. ഇത് കൂട്ടി നമ്മൾ ചോറുണ്ടാൽ നമുക്ക് എത്ര കൂട്ടിയാലും മതി വരില്ല, ഒരു ചെടുപ്പും തോന്നില്ല. നമുക്ക് ചോറ് കുറച്ചിട്ട് കൂട്ടാൻ കൂടുതൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ കറി ധാരാളം കൂട്ടാം. നല്ല ടേസ്റ്റാണ്. നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു 250 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കുറച്ച് വിനാഗിരിയിൽ കുറേ നേരം നമ്മൾ വെള്ളത്തിലിട്ട് ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ചതിന് ശേഷം നല്ലപോലെ കഴുകി ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്കത് ചെറുതായി കട്ട് ചെയ്ത് ഒരു പാനിലിട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എണ്ണയും ചേർത്ത് ഒന്ന് അതിൻ്റെ ചൂടാക്കി എടുക്കാം. അധികം മൂപ്പിക്കേണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. ഇതിൻ്റെ കൂടെ ഒരു 3 തക്കാളിക്കും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ ഈ തക്കാളിക്കും പച്ചമുളകും ചേർത്ത് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ നമുക്ക് വഴറ്റിയെടുക്കണം. വെണ്ടയ്ക്കയുടെ ആ കൊഴുപ്പൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും വെള്ളവും തളിച്ച് ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് തക്കാളിക്ക് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഉപ്പും വെള്ളവും ചേർത്ത് അടച്ച് വേവിച്ചെടുക്കാം. ഇതിന് മല്ലിയും മുളകും മഞ്ഞളും ആണ് നമ്മൾ ആദ്യം ചേർത്തത്. ഇതിന് തേങ്ങ അരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ജീരകവും ചേർക്കുന്നുണ്ട്. ഒരു മുറി തേങ്ങ, ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ, കുറച്ച് ജീരകവും ചെറിയ ഉള്ളിയും അരച്ച് നല്ലപോലെ അരച്ചെടുക്കാം. ഒരുപാട് വെണ്ണ പോലെ അരയണ്ട, നമ്മൾ അവിയലിന് അരയ്ക്കുന്ന പോലെയും കുറച്ചും കൂടെ. അതും ചേർത്ത് നമുക്ക് വീണ്ടും ഉപ്പൊക്കെ പാകത്തിന് നോക്കി വീണ്ടും അടച്ച് വേവിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് ഈ ഒരു കറി മതിയാവും ചോറുണ്ണാൻ. ഒരു ചെടുപ്പും നമ്മൾ എത്ര കഴിച്ചാലും ഒരു ചെടുപ്പ് തോന്നത്തില്ല. നമുക്ക് ഇത് തക്കാളിക്കേക്ക് നല്ല പുളി കാണത്തില്ല, അപ്പോൾ ഒരു ശകലം പുളിയും കൂടെ ചേർക്കണം. എന്നിട്ട് നമുക്ക് അടച്ച് വേവിക്കാം. തക്കാളി ചേർത്താലും കുറച്ച് പുളിയും കൂടെ ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് വരുന്നത്. നമ്മൾ ആദ്യം മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടെങ്കിലും കുറച്ച് ജീരകം കൂടെ ചേർത്ത് തേങ്ങയും അരച്ച് ചേർക്കുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതിപ്പം പാകമായിട്ടുണ്ട് നമ്മുടെ കറി. നമുക്ക് കുറച്ച് കടുവും കൂടെ തളിച്ച് ചേർക്കാം. കുറച്ചൊന്ന് ലൂസായ പരുവത്തിലാണ് ഈ കറി ഇരിക്കേണ്ടത്. നമുക്ക് കടുവ് തളിച്ചും കൂടെ ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. ഈ കറി ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ്, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക.